ഉത്തരകാശിയിൽ ബി.ജെ.പി. സർക്കാരിനെതിരെ പ്രതിഷേധിച്ച് പ്രദേശവാസികൾ താൽക്കാലിക സാമ്പത്തിക സഹായമായി നൽകിയത് 5000 രൂപ. സർക്കാർ തങ്ങളുടെ നഷ്ടത്തെ നിസ്സാരവൽക്കരിക്കുകയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. സ്വാതി സന്തോഷ് ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട്. സ്വാതി, 5 ലക്ഷം രൂപ പെട്ടെന്നുള്ള അടിയന്തര ധനസഹായമായി പ്രഖ്യാപിച്ചതാണ് അവിടെ ഉത്തരാഖണ്ഡ് സർക്കാർ. പക്ഷേ 5000 രൂപ മാത്രമാണ് ദുരന്തത്തിൽപ്പെട്ടവർക്ക് ലഭിക്കുന്നത്. നമ്മൾ ആ ദൃശ്യങ്ങളൊക്കെ കണ്ട് ഞെട്ടിപ്പോയതാണ്. ഒരു പ്രദേശം മുഴുവൻ ആ മിന്നൽ പ്രളയത്തിൽ എടുത്തു പോയിരുന്നു. ഇപ്പോഴും മരണസംഖ്യ സംബന്ധിച്ചോ അവിടെ ഉണ്ടായ നാശനഷ്ടങ്ങളെ സംബന്ധിച്ചുള്ള കൃത്യമായ കണക്കൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല. രക്ഷാപ്രവർത്തനം ഈ 6ാം ദിവസവും അവിടെ ദുഷ്കരമായി തന്നെ നിലനിൽക്കുകയാണ്. കണക്കുകൾ പുറത്തേക്ക് വരുന്നില്ല. ഈ ഒരു ദുസ്സഹമായ സാഹചര്യത്തിലാണ് പ്രഖ്യാപിച്ച ധനസഹായം പോലും പ്രദേശവാസികൾക്ക് നൽകാത്തത്. വിനിഷ, ഉത്തരാഖണ്ഡിലെ ഈ ധരാലി ഗ്രാമത്തിലുണ്ടായ വെള്ളപ്പൊക്കത്തിലും അതോടൊപ്പം തന്നെ മേഘവിസ്ഫോടനത്തിലും കനത്ത നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഈ വീടുകൾ നഷ്ടമായി പൂർണ്ണമായും, അതോടൊപ്പം കൂടപ്പിറപ്പുകളുടെ ജീവൻ നഷ്ടമായ സാഹചര്യം ഒക്കെയും ഉള്ളപ്പോഴാണ് ഇത്തരത്തിലൊരു 5000 രൂപ മാത്രമായി സർക്കാർ ഭരണകൂടം ആളുകളുടെ അടുത്തേക്ക് ചെല്ലുന്നത്. ഇത് പൂർണ്ണമായും നിരസിക്കുകയാണ് പ്രദേശവാസികൾ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, കനത്ത പ്രതിഷേധം ആ പ്രദേശത്ത് ഉയരുകയും ചെയ്തിട്ടുണ്ട്. വെറും 5000 രൂപ മാത്രമാണ് ദുരിതാശ്വാസ ചെക്കുകൾ എന്ന നിലയിൽ, അതായത് ഒരു പ്രാഥമികമായി നൽകുന്ന ആശ്വാസം, ഒരു അടിയന്തര ആശ്വാസം എന്ന നിലയിൽ നൽകിയത്. എന്നാൽ ഈ 5000 നൽകിയതിലൂടെ ഈ ആളുകളെ, തങ്ങളുടെ നഷ്ടത്തെ നിസ്സാരവൽക്കരിക്കുകയാണ് സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രദേശവാസികൾ ഈ വിഷയം ചൂണ്ടിക്കാണിക്കുന്നതും പ്രദേശത്ത് പ്രതിഷേധം ശക്തമാക്കുകയും ചെയ്യുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചത് 5 ലക്ഷം രൂപയായിരുന്നു. എന്നാൽ ഉടനടി സഹായമായി ലഭ്യമായത് 5000 രൂപ മാത്രമാവുകയും അതോടൊപ്പം പ്രദേശവാസികൾ തങ്ങൾക്ക് അത്തരത്തിലൊരു അടിയന്തര ആശ്വാസം വേണ്ട എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വിനിഷ സൂചിപ്പിച്ച പോലെ കൃത്യമായ കണക്കുകൾ പോലും ഇപ്പോൾ പുറത്തുവിടാൻ സർക്കാരിന് കഴിയാത്ത സാഹചര്യമുണ്ട്. എത്രത്തോളം നഷ്ടമുണ്ടായിട്ടുണ്ട്, എത്ര പേരെ കാണാതായിട്ടുണ്ട്, എത്ര പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്, മരണസംഖ്യ സംബന്ധിച്ച ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യം. ഈ ഘട്ടത്തിൽ കൂടിയാണ് ഈ ജനങ്ങളുടെ സാധാരണഗതിയിൽ ഉണ്ടാവുന്ന ഒരു ദുരിതാശ്വാസ ചെക്കുകളിൽ പോലും ഇത്രയും കുറഞ്ഞ തുക ജനങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിലാണ് കടുത്ത പ്രതിഷേധം ഇപ്പോൾ ഉയരുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇത് വേണ്ട എന്നുള്ള നിലപാടാണ് ഇപ്പോൾ പ്രദേശവാസികൾ സ്വീകരിച്ചിട്ടുള്ളത്. വിനിഷ.